السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വ്യക്തിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് എന്തെല്ലാം ഈ ലോകത്ത് ലഭിക്കും, അയാളുടെ ആയുസ് എത്രയാണ്, അയാളുടെ ഭക്ഷണം എത്രയാണ് തുടങ്ങി സർവ്വതും അള്ളാഹു തആല മുൻകൂട്ടി കണക്കാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയതുകൊണ്ട് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ അവനക്ക് നൽകുന്നതിൽ അള്ളാഹു തആല വലിയ ബറക്കത്ത് ചെയ്യും. അതിൽ അള്ളാഹു തആല വലിയ വിശാലത ചെയ്തു കൊടുക്കും. അത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ സന്തോഷത്തിലായിരിക്കും. മാനസികമായ വലിയ സംതൃപ്തി അദ്ദേഹത്തിന് അള്ളാഹു തആല നൽകും. നേരെ മറിച്ച് കിട്ടിയത് കൊണ്ടൊന്നും പൊരുത്തപ്പെടാതെ വീണ്ടും ഹറാമും ഹലാലും നോക്കാതെ ധാരാളം സമ്പാദിക്കണമെന്ന ചിന്തയോടുകൂടെ റബ്ബ് തന്നതിൽ പൊരുത്തപ്പെടാതെ അക്ഷമനായിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം അതേ സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി ഓടും. പക്ഷേ അതിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകാത്തത് കൊണ്ട് തന്നെ എത്ര തന്നെ കിട്ടിയാലും മനസ്സിന് തൃപ്തി വരാത്തൊരവസ്ഥ അയാളിലുണ്ടാകും. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് എടുത്തു കളയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ വലിയ തൗഫീഖ് ലഭിക്കപ്പെട്ട ആളാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയതിൽ വലിയ ബറക്കത്ത് കൊടുക്കുന്നു. അള്ളാഹു അതിൽ വിശാലത ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു പോകും. അല്പമാണ് ശമ്പളമെങ്കിലും, ചെറിയ ബിസിനസ്സാണ് എങ്കിലും, കൃഷി വലുതായുള്ള കൃഷിയല്ല എങ്കിലും ഉള്ളതിൽ അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ബറക്കത്ത് കൊടുത്ത് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും റാഹത്തോടെ കഴിഞ്ഞു പോകുന്നൊരവസ്ഥ അയാളിലുണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അന്നല്ലാഹ യബ്തലി അബ്ദഹു ബിമാ അഅതാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയെ അവൻ നൽകിയതുകൊണ്ട് പരീക്ഷിക്കും. ധാരാളം നൽകിയിട്ടും നൽകാതെയും ഒക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളുണ്ടാകും. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫമൻ റളിയ ബിമാ ഖസമല്ലാഹു ലഹു ബാറകല്ലാഹു ലഹു ഫീഹി വവസ്സഅഹു. അള്ളാഹു നൽകിയതുകൊണ്ട് ഒരാൾ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരാൾ തയ്യാറായി. എന്നേക്കാൾ പ്രയാസപ്പെടുന്ന എത്രയെത്ര ആളുകളുടെ കൂട്ടത്തിലുണ്ട്, എൻ്റെ കൺമുമ്പിലുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ പരിചയത്തിലുണ്ട്. അവർക്കുള്ള വിഷമവും പ്രയാസവുമൊന്നും അള്ളാഹു എനിക്ക് നൽകിയില്ലല്ലോ. അള്ളാഹു എനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ജോലി അല്ലെങ്കിൽ ചെറിയ കച്ചവടം, എൻ്റെ കൃഷി, ഇതൊക്കെ അള്ളാഹു എനിക്ക് നൽകിയല്ലോ. എനിക്ക് ജോലി ചെയ്യാനുള്ള ആഫിയത്ത് അല്ലാഹു തആല നൽകിയല്ലോ. ജോലി ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട് എന്ന നിലക്ക് അള്ളാഹു നൽകിയതുകൊണ്ട് ഒരാൾ പൊരുത്തപ്പെട്ട് ജീവിച്ചുവെങ്കിൽ ബാറകല്ലാഹു ലഹു ഫീഹി, അള്ളാഹു നൽകി അള്ളാഹു തആല ബറക്കത്ത് ചെയ്യും. അപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. വവസ്സഅഹു, അള്ളാഹു തആല അദ്ദേഹത്തിന് വിശാലത ചെയ്ത് കൊടുക്കും. കുറച്ചാണെങ്കിലും ഉള്ളതിൽ അള്ളാഹു തആല വിശാലത ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടെ നടന്നു പോകുന്നതായി കാണാൻ കഴിയും. വമൻ ലം യർള ലം യുബാറക് ലഹ്. ഒരാൾ അള്ളാഹു നൽകിയതുകൊണ്ട് പൊരുത്തപ്പെടാതെ അത് വീണ്ടും ഹലാലും ഹറാമും നോക്കാതെ തോന്നിയതുപോലെ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അള്ളാഹു തആല ഒരിക്കലും അദ്ദേഹത്തിന് ബറക്കത്ത് കൊടുക്കൂല. എത്ര തന്നെ കിട്ടിയാലും മതി വരാത്ത, സംതൃപ്തി അടയാത്ത ഒരവസ്ഥ അയാളിലുണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ റബ്ബ് തന്നതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ളൊരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ ഇഹത്തിലും പരത്തിലും അത് കാണാൻ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.